ഹലോ, ഇതെൻ്റെ കയ്യിലുള്ളൊരു പഴയൊരു ബാഗാണ് കേട്ടോ. ഇത് കുറേ കൊല്ലമായി. എത്ര കൊല്ലമായി? കുറച്ച് കൊല്ലമായി എൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ഇതിന് ആകെ തൊങ്ങി കളറൊക്കെ പോയി. പിന്നെ ഇതിൻ്റെ അടയ്ക്കുന്ന സാധനമൊക്കെ കേട് വന്നു. പിന്നെ ഇതിൻ്റെ നമ്മൾ തൊളിയിടില്ല, എൻ്റെ വള്ളിയൊക്കെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ കാലം അങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ പഴയ ജീൻസില്ലേ കണ്ടോ, അതിൻ്റെ വള്ളിയൊക്കെ ആകെ കേട് വന്നിട്ടുണ്ട്. നമുക്ക് ഇടാൻ പറ്റില്ല, മേലിങ്ങനെ കുത്തി തറയ്ക്കും, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പുതിയതാക്കി എടുക്കാം. പുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെറുതായിട്ട് നമ്മളെ പഴയ ജീൻസില്ലേ അത് വെച്ചിട്ട് നമ്മളൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പഴയ ജീൻസാട്ടോ. അത് നമ്മുടെ കാലിൽ 2 സൈഡിൽ അതിങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെറുതായിട്ട് കത്രികയിട്ട് കട്ട് ചെയ്ത് നമ്മളിങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ താനെ ഇങ്ങനെ പറഞ്ഞു വന്നോളും. അപ്പോൾ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി നിവർത്തി വയ്ക്കാം. നമ്മുടെ ബാഗിൻ്റെ സൈസില്ലേ, നമ്മൾ 4 സൈഡും നമ്മൾ ജീൻസ് കവർ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അളന്ന് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ സിബിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതിന് നമുക്ക് കണ്ടോ, പക്ഷേ അതിൻ്റെ വള്ളിയൊക്കെ ആകെ കേട് വന്നിട്ടുണ്ട്, ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ തുടർ ഭാഗമില്ലേ ആ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ വീതിക്കനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ ബാഗിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബാഗിൻ്റെ അടയ്ക്കുന്ന സാധനമില്ലേ അവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്യില്ല, നമ്മൾ തുന്നലഴിച്ചെടുക്കണം. ആ ഒരു ഭാഗം നമ്മൾ തുന്നലഴിച്ചെടുക്കണം. ആ ഭാഗത്തിനനുസരിച്ച് നമ്മൾ ജീൻസിൻ്റെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ അതിനൊക്കെ കട്ട് ചെയ്തും നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ ഒരു സൂചി ഉണ്ടല്ലോ, ഇത് കുറച്ച് വലിയ സൂചിയാണ്. ഈ സൂചി വെച്ചിട്ടാണ് നമ്മൾ താഴ്ഭാഗമൊക്കെ അല്ലേ അവിടെയൊക്കെ കൈത്തുന്നാണ് കേട്ടോ തുന്നുന്നത്. നമുക്ക് മെഷീനുമ്പോൾ തുന്നാൻ പറ്റില്ല. അപ്പം നമ്മൾ കൈത്തുന്ന് കുറച്ച് പണിയാണ്, നമുക്ക് തുന്നിയെടുക്കണം. അപ്പോൾ നമ്മളത് തുന്നിയെടുക്കുകയാണ്. നമ്മൾ മോൾ ഭാഗം ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് തുന്നണമെങ്കിൽ തുന്നത് ഞാൻ മെഷീനും അടിച്ചോട്ടെ. അത് നമുക്ക് മെഷീൻ അടിക്കാം, കാരണം അധികം കട്ടില്ലാത്തതാണ്, നമുക്കത് മെഷീനും അടിക്കുക. പിന്നെ ഞാൻ ആ ഒരു പൂവ് എനിക്കറിയുന്ന പോലെ ഒരു പൂവ് ഉണ്ടാക്കിയാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ നല്ല വൃത്തിയിൽ ഉണ്ടാക്കാൻ അറിയുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ നല്ല ഭംഗിയിലൊരു പൂവ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചുളുങ്ങിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് തുന്നലഴിച്ചിട്ടൊന്ന് ശരിയാക്കണം. അങ്ങനെ ഇത് കട്ട് ചെയ്തു. ഇത് നമ്മൾ കൈത്തുന്നി തുന്നുന്നത്, നമുക്ക് മെഷീൻ അടിക്കാൻ പറ്റില്ല, നമ്മൾ കൈത്തുന്നി തുന്നിയതാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണില്ല, മനസ്സിലാവില്ല ഞാൻ പെട്ടെന്ന്. പിന്നെ നമ്മൾ ഈ വള്ളി പറഞ്ഞില്ല അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ നെട്ടും പോലത്തെ കുറേ സാധനങ്ങൾ, അതൊക്കെ ഇതിന്മേൽ ഊരിയെടുക്കണം. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ജീൻസിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു പകുതി നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വള്ളി വേണം, നമ്മൾ ബാഗിൻ്റെ ആ സാധനം തൂക്കുന്ന സാധനം വേണമല്ലോ, അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ സാധനമൊക്കെ വെച്ചിട്ട് അടിക്കുക. നമ്മൾ മെഷീനും വേണ്ടിയിട്ട് അടിച്ചെടുക്കുന്നത്. ഇത് അധികം കട്ടിലാണ്, നമുക്ക് മെഷീൻ മടക്കി തുരുമ്പ് നമ്മൾ ഒരതി നല്ല വൃത്തിയാക്കി എടുക്കണം. അപ്പം നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ആ ഫ്രണ്ടിൽ ചുളുങ്ങി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ അഴിച്ചിട്ട് വീണ്ടും നമ്മൾ ചുളുക്കൊക്കെ മാറ്റി അടിച്ചെടുത്ത് നമ്മൾ അടിയിൽ നമ്മൾ കൈത്തുന്നാണ് തുന്നിയുള്ളത്. പിന്നെ നമ്മൾ മറ്റേ ഫ്രണ്ട് ഭാഗം നമ്മൾ മെഷീനും അടിച്ചു കൊടുത്ത് നമ്മുടെ ബാഗിൻ്റെ ഉൾഭാഗം നമ്മളതൊക്കെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.